കശ്മീരി പണ്ഡിറ്റുകളുടെ വംശഹത്യയോടെ മറവിയിലേക്ക് മറഞ്ഞ കശ്മീരിലെ ഷാദിപുര വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഷാദിപുരയിൽ കുംഭമേള ഒരുങ്ങുന്നു. ഭീകരവാദികളെ തകർത്തെറിഞ്ഞ കാശ്മീർ ഇന്ന് കുംഭമേളയ്ക്ക് ഒരുങ്ങുന്നു എന്നത് കാശ്മീരി പണ്ഡിറ്റുകളെ മാത്രമല്ല, കാശ്മീരിനെ വളരെയധികം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ബന്ദിപ്പോര ജില്ലയിലെ ഷാദിപുരയിലാണ് ജൂലൈ 15 മുതൽ 24 വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന കുംഭമേള ഒരുങ്ങുന്നത്. ഇന്ത്യയിൽ ഉടനീളവും വിദേശത്തുമുള്ള ഭക്തർ പങ്കെടുക്കും. 2026 അമർനാഥ് യാത്രക്കിടെ നടക്കുന്ന മേളയുടെ ഒരുക്കങ്ങൾ സംബന്ധിച്ച പ്രഖ്യാപനം 2 ദിവസങ്ങൾക്ക് മുൻപ് സ്വാമി കാളികാനന്ദ സരസ്വതി നടത്തി. കുംഭമേളയിൽ 3 മുതൽ 4 ലക്ഷം വരെ തീർത്ഥാടകർ പങ്കെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഏകദേശം 35,000 തീർത്ഥാടകർ കുംഭമേള 2016 കാശ്മീരിൽ സംഘടിപ്പിച്ചിരുന്നു. പുരാതന കാലം മുതൽ ഹിന്ദുക്കൾ പുണ്യസ്ഥലമായി കണക്കാക്കുന്ന ഇടമാണ് ഷാദിപുര. ഹരിദ്വാറിലെ ഹർക്കി പൗഡിയിൽ ചെയ്യുന്നത് പോലെ ചിതാഭസ്മം ഒഴുക്കുന്ന ചടങ്ങുകൾ ഇവിടുത്തെ സിന്ധു നദിയിൽ ചെയ്തിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാശ്മീരി പണ്ഡിറ്റ് സമൂഹം ഇവിടെ നടത്തിയിരുന്ന ആചാരങ്ങളെക്കുറിച്ച് ചില പുരാതന ഹിന്ദു ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട്. കാശ്മീരിലെ ഇസ്ലാമിന്റെ വികാസം, പ്രത്യേകിച്ച് 1320 ലഡാക്ക് ബുദ്ധമത വിശ്വാസി ഇസ്ലാം മതം സ്വീകരിച്ച് കാശ്മീരിലെ ആദ്യത്തെ ഇസ്ലാമിക ഭരണാധികാരി ആയതിനു ശേഷം ഈ മത തീർത്ഥാടനങ്ങളുടെ ശോഷണം സംഭവിച്ചു. കാശ്മീരി പണ്ഡിറ്റുകളുടെ വംശഹത്യയോടെ ഷാദിപുര മറവിലേക്ക് പോയിരുന്നു. എന്തായാലും ഷാദിപുരയുടെ ഒരു പുനർജന്മം തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. കാശ്മീരി പണ്ഡിറ്റുകൾ പലരും ഈ ഒരു സംഭവത്തെ, കുംഭമേളയ്ക്കായി കാശ്മീർ വീണ്ടും ഒരുങ്ങുന്നതിനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. ഇന്ത്യയിൽ പ്രധാനമായും 4 സ്ഥലത്താണ് കുംഭമേള നടക്കുന്നത്. പ്രയാഗ് എന്നാണ് മുൻപ് അറിഞ്ഞിരുന്നത്. പിന്നെ അത് അലഹബാദ് എന്നായി. പിന്നെയും പ്രയാഗ് എന്നാക്കി മാറ്റിയപ്പോൾ രാജ് എന്നുകൂടി ചേർത്ത് പ്രയാഗ് രാജായി. ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക് മഹാരാഷ്ട്രയിലാണ്. ഈ 4 സ്ഥലത്താണ് കുംഭമേള നടക്കുന്നത്. 12 വർഷത്തിൽ ഒരിക്കലാണ് കുംഭമേളകൾ നടക്കുക. 6 വർഷം കൂടുമ്പോൾ അർദ്ധകുംഭ് ചിലയിടത്തൊക്കെ ചെയ്യാറുണ്ട്. പ്രയാഗ് രാജിൽ എല്ലാ വർഷവും ഒരു മേള നടക്കും. അതിന് മാഘമേള എന്നാണ് പറയാറ്. 1 മാസം നീണ്ടു നിൽക്കുന്ന മാഘമാസത്തിലെ ഉത്സവമാണിത്. കുംഭമേള പോലെ അത് വളരെ വിപുലമല്ല, ചെറിയ തോതിലുള്ള ഒരു ഉത്സവം. കൽപ്പവാസികൾ അവിടെ വന്ന് ഈ 1 മാസം താമസിക്കാറുണ്ട്. ഗംഗാ യമുന സംഗമത്തിൽ അവർ സ്നാനം ചെയ്യുന്നു. ഈ മാഘോത്സവം മുഴുവൻ അവർ അവിടെ തമ്പടിക്കും. വെവ്വേറെ കൊട്ടിലുകളിൽ മിതമായ ആഹാരം കഴിച്ച് സദാ ഭജന ചൊല്ലി കഴിയുന്നവരെയാണ് കൽപ്പവാസികൾ എന്ന് പറയുന്നത്. മറ്റെങ്ങും കൽപ്പവാസത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. കാശ്മീർ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ശ്രീരാമനവമി ഈ കഴിഞ്ഞ ദിവസമാണ് ആഘോഷിച്ചത്. ശ്രീരാമനവമി ദിനമായ ദിവസം കാശ്മീരി പണ്ഡിറ്റുകൾക്ക് ഒരു പുതുയുഗ പിറവി കൂടിയാണ് സംഭവിച്ചത്. അവിടെ 36 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ഒരു വിരാമം ഇട്ട് കാശ്മീരിലെ വളരെ ചരിത്ര പ്രസിദ്ധമായ രഘുനാഥ് മന്ദിർ രാമനവമി ദിനത്തിൽ ഭക്തർക്കായി തുറന്നു കൊടുത്തിരുന്നു. ശ്രീനഗറിലെ ഹബ്ബ കാദൽ അവിടെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങുകളാണ് ഇത്തവണ രാമനവമി ആഘോഷത്തോടൊപ്പം നടന്നത്. 90-ലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ജമ്മു കാശ്മീരിൽ ഹിന്ദുവംശഹത്യ നടക്കുന്നു. കാശ്മീർ പണ്ഡിറ്റുകൾ പലായനം ചെയ്യുന്നു. അതിനുശേഷം കഴിഞ്ഞ 30 വർഷത്തിലേറെ രഘുനാഥ് ക്ഷേത്രം അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു. നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷമാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതും ക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തതും. രാമനവമി ദിനത്തിൽ പ്രത്യേകം പൂജകളോടും ഹവനത്തോടും കൂടിയാണ് ക്ഷേത്രം തുറന്നത്. വൈദിക മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ 100 കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി എത്തിച്ചേർന്നത്. 1835 മഹാരാജ ഗുലാബ് സിംഗ് നിർമ്മിച്ച 1860 അദ്ദേഹത്തിന്റെ മകൻ കംപ്ലീറ്റ് ചെയ്തതാണ് ഈ ക്ഷേത്രം. ദോഗ്ര രാജവംശത്തിന്റെ വാസ്തുവിദ്യയുടെ പ്രധാനമായ ഒരു സ്തംഭമാണ് കാശ്മീരിലെ രഘുനാഥ് ക്ഷേത്രം. ഝലം നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന രഘുനാഥ ക്ഷേത്രം കാശ്മീരി പണ്ഡിറ്റുകളുടെ ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ടൂറിസം വകുപ്പാണ് ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഏകദേശം 54 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ക്ഷേത്രത്തിന്റെ പഴയ പ്രതാപം വീണ്ടെടുത്തത്. കാശ്മീർ പല ഭാഗങ്ങളിലൂടെ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നതിലൂടെ, അതുപോലെ മറഞ്ഞുപോയ പല ചടങ്ങുകളും തിരിച്ചു വരുന്നതിലൂടെ, കുംഭമേള പോലുള്ള മഹാ ഇവന്റുകൾ തിരിച്ചു വരുന്നതിലൂടെ കാശ്മീർ തങ്ങളുടെ പഴയ പ്രതാപം പിടിച്ചെടുക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.